ഇന്നത്തെ എപ്പിസോഡിൽ വരുണിനെ കമ്പനിയുടെ MD ആക്കി മാറ്റിയതിനെ ചോദ്യം ചെയ്യാനായി സാറയ്ക്കരികിലെത്തിയ സോനയോട് കാര്യങ്ങളൊക്കെ സാറ വിശദമാക്കി. യഥാർത്ഥത്തിൽ വരുൺ നമ്മുടെ എതിരാളിയാണ് എന്നും അവനെ തകർത്തെറിയുക എന്നതാണ് തന്റെ ലക്ഷ്യമെന്ന് സാറ പറയുന്നതോടെ സാറയ്ക്കൊപ്പം തന്നെ ചേരാൻ സോനയും തയ്യാറാകുന്നു. ഇനി മുതൽ അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാമെന്ന് സോന ഏറ്റെടുക്കുന്നു കാര്യങ്ങൾ. അതിനുശേഷമാണ് വിവരങ്ങളൊക്കെ രാധികയോട് വരുൺ പങ്കുവയ്ക്കുന്നത്. MDയുമായിട്ടുണ്ടായ ആ ക്ലാഷിനെ കുറിച്ച് അറിയാനിടയായ രാധിക ഈ 2 ദിവസത്തിനുള്ളിൽ ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടായോ എന്ന് അതിശയോക്തിയോടെ അന്വേഷിക്കുന്നു. അതോടൊപ്പം തന്നെ ആറ്റുവാശ്ശേരി സദ്യയിൽ ഉണ്ടായ ചില മാറ്റങ്ങളും വരുണിനെ ബോധ്യപ്പെടുത്തുകയാണ് രാധിക. പിന്നീട് ആറ്റുവാശ്ശേരി സദ്യയുടെ കാര്യങ്ങളെക്കുറിച്ച് അഗതി മന്ദിരത്തിലെ ശങ്കർജിയും കേൾക്കാനിടയാകുന്നു. മൊബൈലിൽ കണ്ട ആ വീഡിയോ കണ്ടതിന് ശേഷം അവിടേക്ക് ഓണാഘോഷ പരിപാടിയുടെ കാര്യങ്ങൾ സംസാരിക്കാനായി എത്തിയ ഊർമിളയോടും അവിടുത്തെ കെയർടേക്കറായിട്ടുള്ള മറ്റൊരാളോടും ശങ്കർജി വിവരങ്ങളൊക്കെ അന്വേഷിച്ചു. ഓണാഘോഷ പരിപാടിയുടെ ഭാഗമായി എന്തൊക്കെയാണ് നമ്മളിവിടെ നടത്തുക എന്ന് അന്വേഷിച്ചപ്പോഴാണ് ഓണസദ്യയെക്കുറിച്ച് ഊർമിള പറയുന്നത്. എല്ലാ തവണയും നമ്മുടെ സ്പെഷ്യലാണല്ലോ ഓണസദ്യ എന്നുള്ളത്. ഇത്തവണയും ഓണസദ്യ ഗംഭീരമാക്കണമെന്ന് ഊർമിള പറയുമ്പോൾ അത് കേട്ട ശങ്കർജി പറഞ്ഞു, എനിക്ക് ഓണസദ്യയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്. ഈ അടുത്തിടെ ഒരു വീഡിയോ താൻ കാണുകയുണ്ടായി. ആറ്റുവാശ്ശേരി സദ്യ എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകളുടെ പ്രയത്നത്തിന്റെ ഫലമായി ആളുകൾക്കിടയിൽ വളരെയേറെ പ്രശസ്തി ആർജിച്ചു വന്ന ഒരു ഭക്ഷണമായിരുന്നു. എന്നാൽ ഇപ്പോ ഈ അടുത്തിടെ അവരുടെ ആ ഭക്ഷണത്തിൽ ആരോ മായം കലർത്തിയതിനെ കുറിച്ച് പിന്നീട് വീഡിയോ വരികയും അതിനുശേഷം ആറ്റുവാശ്ശേരി സദ്യ എന്നേക്കുമായി അവസാനിച്ച അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. എന്നാൽ അതിന് പിന്നിൽ പ്രവർത്തിച്ച ആ പെൺകുട്ടിയുടെ നിശ്ചയദാർഢ്യത്തെക്കുറിച്ചും ആ പെൺകുട്ടിയുടെ കഴിവിനെക്കുറിച്ചും അതോടൊപ്പം എന്ത് വന്നാലും ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാനുള്ള ആ പെൺകുട്ടിയുടെ മനോധൈര്യത്തെക്കുറിച്ചുമൊക്കെ ഈ അടുത്തിടെ അതേ ആള് തന്നെ വീണ്ടും മറ്റൊരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുകയുണ്ടായി. അത് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടുവെന്നും ശങ്കർജി പറയുന്നു. അതോടെ തന്നെ ഒരു കാര്യം എനിക്ക് ഉറപ്പായി. അതിൽ കണ്ട ആ പെൺകുട്ടി ഇവിടെ ഹോസ്പിറ്റലിൽ വെച്ച് ഒരു അമ്മയെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നല്ലോ, ആ അമ്മയെ നമുക്കൊപ്പം പറഞ്ഞയച്ചതും ആ പെൺകുട്ടി തന്നെയാണ്. സത്യത്തിൽ ആ പെൺകുട്ടി എന്ത് ചെയ്യുന്നോ, ആ പെൺകുട്ടിയുടെ ജോലി എന്താണെന്നോ ഒന്നും തന്നെ അന്ന് ഞാൻ ചോദിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്തിരുന്നില്ല. എന്നാൽ ഇന്ന് ഈ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് ആ പെൺകുട്ടിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ കഴിഞ്ഞത്. എന്തായാലും അവരൊരു പുതിയൊരു തിരിച്ചുവരവിനായിട്ടുള്ള ആലോചനയിലും അതിനുവേണ്ടിയുള്ള ശ്രമത്തിലുമാണ്. അങ്ങനെ ഒരു കാര്യം നടക്കാൻ പോവുകയാണെങ്കിൽ അതും നമ്മൾ പരിചയപ്പെട്ട നല്ലൊരു മനസ്സിനുടമയായിട്ടുള്ള ഒരു പെൺകുട്ടി. എന്തായാലും ആ പെൺകുട്ടിയിൽ ഞാൻ കണ്ട മറ്റൊരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് പല ചെറുപ്പക്കാരിലും കാണാതെ പോയ ഒന്ന് തന്നെയാണ്. എന്തുണ്ടായാലും തനിക്കൊന്നും സംഭവിക്കരുത് എന്ന ചിന്താഗതിയോടെ ജീവിക്കുന്നവരാണ് ഇന്നത്തെ സമൂഹം. എന്നാൽ അതിൽ വ്യത്യസ്തരായിട്ടുള്ള ചില ആളുകളിൽ ഒരാൾ മാത്രമാണ് രാധിക. എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും തന്റെ കൂടെയുള്ളവർക്കും മറ്റുള്ളവർക്കും ആപത്തൊന്നും ഉണ്ടാകരുതെന്നും അവര് വേദനിക്കരുതെന്നും ചിന്തിക്കുന്ന ഒരു പെൺകുട്ടിയാണ് രാധിക എന്നത് എനിക്ക് അന്ന് തന്നെ മനസ്സിലായതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരക്കാരുടെ ഒരു പ്രത്യേകതയുണ്ട്. എന്തുണ്ടാക്കിയാലും അത് തനിക്ക് വേണ്ടിയാണല്ലോ, അതുകൊണ്ട് നന്നായിട്ടുണ്ടാക്കണമെന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഉള്ളപ്പോ എന്ത് ഭക്ഷണം ഉണ്ടാക്കിയാലും അത് തനിക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും കൂടിയാണെന്നും അതുകൊണ്ട് അത് നന്നാകണമെന്നും ആഗ്രഹിച്ച് ആ ഒരു ചിന്താഗതിയോടെ ഭക്ഷണം ഉണ്ടാക്കുന്ന രാധികയെ പോലുള്ളവരോടാണ് ശരിക്കും നമ്മൾ ആത്മാർത്ഥതയും അവരോടൊപ്പമാണ് നമ്മൾ നിൽക്കുകയും ചെയ്യേണ്ടത്. അങ്ങനെയുള്ളവരുടെ മനസ്സിൽ മറ്റുള്ളവർക്ക് ആപത്തുണ്ടാകണമെന്നുള്ള ഒരു ദുശ്ചിന്ത ഒരിക്കലും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടിയുടെ തിരിച്ചുവരവിന് ഒരു നല്ലൊരു തുടക്കമാവാൻ നമുക്ക് സാധിച്ചാൽ അത് വലിയൊരു കാര്യം തന്നെയാണ്. എന്തായാലും ഞാൻ ആ കുട്ടിയെ ഒന്ന് വിളിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ഊർമിളയോട് അക്കാര്യം അറിയിച്ച ശങ്കർജി വേഗം തന്നെ രാധികയുടെ ഫോണിലേക്ക് വിളിക്കുന്നു. ഈ സമയത്ത് രാധികയുടെയും കൂടെ ജോലി ചെയ്യുന്ന ആളുകളുടെയും എല്ലാവരുടെയും വീഡിയോ പകർത്തിയെടുത്ത് അന്ന് ഷാജി സൂര്യ ആ ഇൻഫ്ലുവൻസറായ ആള് കൃത്യമായി തന്നെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുകയും അത് കൂടുതൽ വൈറലാകുകയും ചെയ്തിരുന്നു. അതിനെക്കുറിച്ച് പറയാനായി രാധികയോടൊപ്പം ജോലി ചെയ്യുന്ന സ്ത്രീകൾ രാധികയുടെ അരികിലേക്ക് എത്തുകയാണ്. ആറ്റുവാശ്ശേരിയിലെത്തി അവർ വിവരങ്ങളൊക്കെ രാധികയോടും യശോദാമ്മയോടും മുത്തശ്ശിയോടുമായിട്ട് പങ്കുവച്ചു. കഴിഞ്ഞ ദിവസം വന്ന ആ പയ്യൻ പറഞ്ഞതൊക്കെ സത്യമാണ് മോളെ എന്ന് പറഞ്ഞ് അവർ വളരെ സന്തോഷത്തോടെ അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ പോയപ്പോൾ പല ആളുകളും ഞങ്ങൾക്ക് അരികിലേക്ക് വന്നു നമ്മുടെ സദ്യക്കുണ്ടായ അവസ്ഥയെക്കുറിച്ചും സദ്യക്ക് എന്താ സംഭവിച്ചതെന്നും സത്യത്തിൽ ഇപ്പോഴാണ് അവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായതെന്നും ആറ്റുവാശ്ശേരി സദ്യ ഇനിയും പഴയതുപോലെ തന്നെ ആളുകൾക്കിടയിലേക്ക് എത്തിച്ചേരണമെന്നതാണ് അവരുടെ എല്ലാവരുടെയും ആഗ്രഹമെന്നും അവർ വളരെ സന്തോഷപൂർവ്വം രാധികയെ അറിയിച്ചു.
രാധിക അത് കേട്ടതോടെ യശോദാമ്മ പറഞ്ഞു, മോളെ ആ പയ്യൻ പറഞ്ഞത് സത്യം തന്നെയാണ് കേട്ടോ. എന്തായാലും മോള് ആ പയ്യനെ വിളിച്ച് ഈ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണമെന്ന് അറിയിച്ചപ്പോ രാധിക പറഞ്ഞു, എന്നോടും പോകുന്നതിന് മുൻപ് ഷാജി അങ്ങനെ പറഞ്ഞിരുന്നു. എന്തായാലും അയാൾ ചെയ്തത് നല്ല ഉപകാരം തന്നെയാണമ്മേ. നമ്മളെ ഈ ഒരു സംരംഭത്തെ ഇല്ലാതാക്കാനായിട്ട് കാരണവും അയാൾ തന്നെയായിരുന്നു. എന്നാൽ അതേപോലെ തന്നെ നമുക്കൊന്ന് തിരിച്ചു വരാനുള്ള വഴി ഒരുക്കി തന്നിരിക്കുകയാണ് എന്ന് രാധിക സന്തോഷപൂർവ്വം അമ്മയോട് സംസാരിക്കുമ്പോഴേക്കും രാധികയുടെ ഫോണിലേക്ക് ഒരു കോള് വന്നു. കുറെ ആളുകൾ നമ്മളെയും വിളിച്ച് വിവരങ്ങളൊക്കെ അന്വേഷിക്കുകയും നമുക്കിങ്ങനെ ഒരു അവസ്ഥ വന്നു ചേർന്നതിൽ അവർ സഹതപിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെന്ന് രാധിക മുത്തശ്ശിയോടും അമ്മയോടുമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഒരു ഫോൺ കോൾ രാധികയുടെ ഫോണിലേക്ക് എത്തിയത്. കോൾ എടുത്ത് നോക്കിയതും ഇത് ആ അമ്മയെ കൊണ്ടുചെന്നാക്കിയ അഗ്നിമന്ദിരത്തിലെ ശങ്കർജിയാണല്ലോ അമ്മയെ വിളിക്കുന്നതെന്ന് രാധിക പറയുമ്പോഴേക്കും, എന്തായാലും മോള് ഫോൺ എടുത്ത് സംസാരിക്ക്, കാര്യം എന്താണെന്ന് അറിയാലോ എന്ന് പറഞ്ഞു. രാധിക ഫോൺ എടുത്തതോടെ അമ്മയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ശങ്കർജി എന്നതായിരുന്നു രാധികയുടെ ചോദ്യം. അമ്മയുടെ വിശേഷങ്ങൾ പറയാം, അമ്മ ഇവിടെ സുഖമായിരിക്കുന്നു, എന്നാൽ ഇപ്പോൾ ഞാൻ വിളിച്ചത് അക്കാര്യം പറയാനല്ല എന്ന് ശങ്കർജി രാധികയോട് പറഞ്ഞു. രാധിക വല്ലാത്ത ടെൻഷനോടെ എന്താണ് ശങ്കർജി എന്ന കാര്യം അന്വേഷിച്ചപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, ഇവിടെ അടുത്ത ദിവസം ഓണാഘോഷം നടത്തുന്നുണ്ട്. ഓണാഘോഷത്തോടനുബന്ധിച്ച് ഇവിടെ എല്ലാവർക്കും ഗംഭീരമായിട്ടൊരു ഓണസദ്യ കൊടുക്കാനും ഞങ്ങൾ തയ്യാറായിട്ടുണ്ട്. എന്തായാലും അന്ന് മോളെ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടപ്പോൾ കൂടുതൽ വിവരങ്ങളൊന്നും മോളോട് ചോദിച്ചറിയാനോ മനസ്സിലാക്കാനോ എനിക്ക് കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കാണുകയുണ്ടായി എന്നുള്ള വിവരം ശങ്കർജി രാധികയോട് പറഞ്ഞു. അങ്ങനെയാണ് മോളുടെ ജോലി എന്താണെന്നുള്ള കാര്യം മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്തായാലും ഒരു കാര്യം മോളോട് പറയാനാണ് ഞങ്ങൾ തീരുമാനിച്ചത്. ഇത്തവണത്തെ ഓണാഘോഷത്തോടനുബന്ധിച്ച് നടക്കുന്ന ഓണസദ്യ ഞങ്ങൾ മോൾക്ക് തന്നെ തരാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു 200 പേർക്കുള്ള സദ്യ മോള് അന്നേ ദിവസം ഇവിടെ എത്തിക്കണം. അതോടൊപ്പം തന്നെ മോളും വരണം ഞങ്ങളുടെ ഓണാഘോഷത്തിൽ പങ്കുചേരാനായിട്ട് എന്ന് ശങ്കർജി അറിയിച്ചു. അത് കേട്ടതോടെ രാധിക വല്ലാത്ത അതിശയത്തോടെ, സത്യമാണോ ശങ്കർജി ഇത് എന്ന് അന്വേഷിച്ചപ്പോഴേക്കും, അതേ മോളെ, ഇത് മോൾക്കും മോളുടെ കുടുംബത്തിനും എല്ലാവർക്കുമായിട്ടുള്ള ഞങ്ങളുടെ ഒരു ഓണ സമ്മാനമാണെന്ന് കരുതിക്കൊള്ളൂ. എന്തായാലും കൂടുതൽ കാര്യങ്ങളും പ്രത്യേകിച്ച് സദ്യയിൽ എന്തൊക്കെ വിഭവങ്ങൾ വേണമെന്നുള്ളതിനെ കുറിച്ച് കൃത്യമായൊരു വിശദീകരണം ഊർമിള അല്പസമയം കഴിയുമ്പോൾ വിളിച്ചു പറയും. ഞാൻ ഊർമിളയ്ക്ക് മോളുടെ നമ്പർ കൊടുത്തേക്കാം എന്ന് പറഞ്ഞ് ശങ്കർജി അടുത്ത ദിവസം മോള് തീർച്ചയായിട്ടും എത്തണമെന്നും ഇത് ഓണാഘോഷ പരിപാടിയിലേക്ക് മോളെ ഞാൻ ഔദ്യോഗികമായി ക്ഷണിക്കുക തന്നെയാണെന്ന് പറഞ്ഞ് അദ്ദേഹം ഫോൺ വെക്കുമ്പോൾ രാധിക വല്ലാത്ത അതിശയത്തോടെ നിൽക്കുകയാണ്. ഫോൺ കട്ടായി കഴിഞ്ഞപ്പോഴേക്കും എന്താണ് സംഭവിച്ചതെന്ന് യശോദാമ്മ അന്വേഷിച്ചു. അപ്പോഴാണ് രാധിക പറഞ്ഞത്, ചേച്ചി, സത്യത്തിൽ ആ ഒരു വീഡിയോ കൊണ്ട് നമുക്ക് വീണ്ടും പുതിയൊരു ജീവൻ വന്നിരിക്കുകയാണ്. നമ്മുടെ ആറ്റുവാശ്ശേരി സദ്യ വീണ്ടും ഉയർത്തെഴുന്നേൽക്കാൻ പോകുന്നു. അതിന്റെ മുന്നോടിയായിട്ട് ആദ്യം വന്നിരിക്കുന്ന ഓർഡറാണ് ശങ്കർജി വിളിച്ചത്. അവിടുത്തെ ഓണാഘോഷ പരിപാടിയോടനുബന്ധിച്ച് അവിടെ നടക്കുന്ന ഓണസദ്യ നമുക്ക് തരാനാണ്, അതിനുള്ള ഓർഡർ നൽകാനാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ അവിടുത്തെ അതിന്റെ ഭാരവാഹിയുള്ള ഒരാൾ വിളിച്ച് കാര്യങ്ങൾ വിശദമായിട്ട് പറയും. എത്ര രൂപയാണ് വേണ്ടതെന്നുള്ളതും അത് പറഞ്ഞാൽ മതിയെന്നും അതിന്റെ പാതി തുക ഇപ്പൊ തന്നെ അവർ അഡ്വാൻസ് ആയിട്ട് നൽകുമെന്നുമാണ് അറിയിച്ചിരിക്കുന്നതെന്നുള്ള വിവരവും രാധിക അറിയിക്കുന്നു. എല്ലാവരും അത് കേട്ടതോടെ, എന്തായാലും ഇത് വലിയൊരു കാര്യം തന്നെയാണ് മോളെ എന്ന് യശോദാമ്മ അറിയിച്ചു. അപ്പോഴാണ് മുത്തശ്ശി പറഞ്ഞത്, എന്തായാലും ഈശ്വരൻ അങ്ങനെ പൂർണ്ണമായും കണ്ണടക്കിയില്ല, കുറച്ചൊക്കെ നമ്മളെ പരീക്ഷിക്കും. അതിനുശേഷം തീർച്ചയായിട്ടും നമ്മളുടെ പ്രയത്നത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും ഫലം ഈശ്വരൻ നമുക്ക് തരിക തന്നെ ചെയ്യുമെന്ന് മുത്തശ്ശി സന്തോഷത്തോടെ എല്ലാവരെയും അറിയിച്ചു. ഉടനെ രാധിക അവിടേക്ക് എത്തിച്ചേർന്ന ചേച്ചിമാരോടായിട്ട് പറഞ്ഞു, അതെ, ഇനി നമുക്ക് വിശ്രമിക്കാൻ ഒട്ടും സമയമില്ല. നമ്മുടെ തിരിച്ചുവരവ്, ആറ്റുവാശ്ശേരി സദ്യയുടെ തിരിച്ചുവരവ് ഗംഭീരമായിട്ട് തന്നെ ഒരു നല്ല രീതിയിൽ തന്നെ ആയിരിക്കണം. അതുകൊണ്ട് ഇനി ഒട്ടും സമയം പാഴാക്കാനില്ല എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ അവരുടെ സദ്യയ്ക്ക് വേണ്ടിയുള്ള ചുറ്റുവട്ടങ്ങൾ ഒരുക്കാനായി അവർ ഏവരും കൂടി ഒരുമിച്ച് അടുക്കളയിലേക്ക് പോന്നു. അപ്പോഴാണ് ഓഫീസിൽ എത്തിച്ചേർന്ന വരുണിനെ ഇത്തവണ വരുണിന് നേരെ ഏത് രീതിയിലൊരു ആക്രമണമാണ് താൻ തയ്യാറാക്കേണ്ടതിനെ കുറിച്ചൊരു ആലോചനയായിരുന്നു സോനയുടെ മനസ്സിൽ. അപ്പോഴാണ് ജഗന്നാഥൻ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞത്, മേഡം, വലിയൊരു ഒരു പ്രശ്നമുണ്ടായിട്ടുണ്ട് എന്നറിയിച്ചപ്പോൾ കാര്യം എന്താണെന്ന് സോന ചോദിച്ചു. അപ്പോഴാണ്, നമ്മൾ കേസ് കൊടുത്തിട്ട് 3 മാസമായിട്ട് ജയിലിൽ കിടക്കുന്ന ആ എബ്രഹാം അലക്സ് ഉണ്ടല്ലോ, അയാൾ വന്നിട്ടുണ്ട്. അയാൾ വല്ലാത്ത ദേഷ്യത്തിലാ. പൊതുവെ അയാളൊരു വല്ലാത്ത വയലന്റ് ആയിട്ടുള്ള പ്രകൃതമാണല്ലോ. അതുകൊണ്ട് തന്നെ അയാൾ ദേഷ്യപ്പെട്ട് മേഡത്തെ കാണണമെന്ന് പറഞ്ഞ് ബഹളം വെച്ചിരിക്കുകയാണ് എന്നറിയിച്ചു. ഇന്ന് അയാൾ ജയിലിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ എന്ന് പറഞ്ഞതും സോന പറഞ്ഞു, അതിനയാൾ ഇങ്ങോട്ട് വന്നത് എന്തിനാണ്? സത്യത്തിൽ ഇത് അയാളുടെ പ്രോപ്പർട്ടി തന്നെയാണ്. പക്ഷേ ഈ പ്രോപ്പർട്ടി വാങ്ങിച്ചത് മറ്റൊരാളാണ്. അയാളുടെ പക്കൽ നിന്നാണ് നമ്മളിത് വാങ്ങിച്ചത്. അയാള് ഈ അലക്സിനെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ ഉത്തരവാദിയല്ലല്ലോ. നമ്മളൊരു തേർഡ് പേഴ്സൺ അല്ലേ. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് സോന അയാളെ ആ സെക്യൂരിറ്റിയെ വിളിച്ച് അയാൾ ഇവിടുന്ന് പറഞ്ഞയക്കാൻ നോക്കുക എന്ന് സോന പറയുന്നു. ജഗന്നാഥൻ അങ്ങനെ അയാൾ പോകുമോ എന്നൊരാശങ്കയോടെ സെക്യൂരിറ്റിയെ വിളിക്കാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് സോനയ്ക്ക് ഒരു ബുദ്ധി ഉദിച്ചു. സോന
ജഗന്നാഥനെ വിളിച്ചിട്ട് ചോദിച്ചു, അല്ല ജഗന്നാഥൻ, നമ്മുടെ പുതിയ മാനേജർ എത്തിയിട്ടുണ്ടല്ലോ വരുൺ എന്ന് അന്വേഷിച്ചതും, എത്തിയിട്ടുണ്ട് മാഡം എന്ന് ജഗന്നാഥൻ മറുപടി നൽകി. എന്നാൽ അയാളെ ഉടനെ തന്നെ ആ വരുണിന്റെ ക്യാബിനിലേക്ക് കൊണ്ടുപോകും, അതാ നല്ലത്. ഒരു കാരണവശാലും എൻ്റെ ക്യാബിനിലേക്ക് അയാളെ വരാൻ അനുവദിക്കരുത്. വരുണുമായിട്ട് അയാൾ മീറ്റ് ചെയ്യട്ടെ. എന്തായാലും ഇവിടെ ജോലിയിൽ പ്രവേശിച്ചതിന് ശേഷം ആദ്യത്തെ നമ്മൾക്ക് ഏറ്റവും തലവേദനയായിട്ടിരിക്കുന്ന ഇയാളെ തന്നെ വരുൺ കൈകാര്യം ചെയ്യട്ടെ. നോക്കാം ഇന്നത്തോടെ അവൻ്റെ കഥ അവസാനിക്കുമോ അതോ അവൻ പിടിച്ചു നിൽക്കുമോ എന്ന്. അവൻ്റെ കഴിവെന്ന് എങ്ങനെയുണ്ടെന്ന് ഇന്ന് നമുക്കറിയാൻ കഴിയുമെന്ന് സോന പറഞ്ഞു. അങ്ങനെ ജഗന്നാഥൻ സോന പറഞ്ഞനുസരിച്ച് പുറത്തേക്ക് ഇറങ്ങി ആകെ വയലൻ്റായിരിക്കുന്ന അലക്സ് എബ്രഹാമിനെ അവിടേക്ക് അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോന്നു. അതെ, സാറിനോട് എം ഡി മേഡത്തിൻ്റെ ക്യാബിനിൽ മേഡം ഇല്ലാത്തത് കൊണ്ട് എം ഡി മേഡം വിളിച്ചു പറഞ്ഞിരിക്കുന്നത് സാറിനെ മാനേജറുടെ അടുത്തേക്ക് കൊണ്ടുചെല്ലണം. അദ്ദേഹം ഇതിനുള്ള സൊല്യൂഷൻ പറയും. അദ്ദേഹമാണ് സത്യത്തിൽ ഈ പ്രശ്നം കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് സാർ വരണം എന്ന് പറഞ്ഞ് വരുണിൻ്റെ ക്യാബിനിലേക്ക് അയാളെ കൂട്ടിക്കൊണ്ട് ചെല്ലണം. ജഗന്നാഥൻ വരുണിൻ്റെ അരികിലേക്ക് അയാളെ കൂട്ടിക്കൊണ്ട് വന്നതും കാര്യം എന്താണെന്ന് അറിയാതിരിക്കുന്ന വരുൺ ജഗന്നാഥനെ നോക്കിയപ്പോഴേക്കും ജഗന്നാഥൻ പറഞ്ഞു, ഇദ്ദേഹം നമ്മുടെ പഴയ ഒരു ക്ലൈൻ്റാണ്. നമ്മളൊരു കേസ് കൊടുത്തതിൻ്റെ ഭാഗമായി ജയിലിൽ പോയിട്ട് അദ്ദേഹം വന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ പ്രശ്നം സാറ് തന്നെ ഡീൽ ചെയ്യണം. എം ഡി മേഡം പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാണ് എന്നറിയിച്ചു. വരുൺ ആകെ ടെൻഷനോടെ എന്താ സംഭവം എന്നറിയാൻ നോക്കുമ്പോഴേക്കും വരുണിന് നേരെ തട്ടിക്കയറുകയാണ് അയാൾ. ഇവനാണോ എൻ്റെ പ്രശ്നം പരിഹരിക്കാൻ വന്നിരിക്കുന്നവൻ എന്ന് ചോദിച്ച് അലക്സ് വല്ലാതെ ദേഷ്യപ്പെടുന്നു. ഉടനെ വരുണിൻ്റെ ക്യാബിനിൽ അലക്സിനെ നിർത്തിയിട്ട് ജഗന്നാഥൻ വേഗം പുറത്തേക്ക് ഇറങ്ങി. അലക്സ് വരുണുമായി സംസാരിക്കുകയും വരുണിന് നേരെ തട്ടിക്കയറുന്ന അലക്സിന്റെ പ്രകൃതം കണ്ട് വരുൺ പറഞ്ഞു, അതെ സാറൊന്ന് ഇവിടെ ചെയറിലിരിക്കൂ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞപ്പോൾ, നീ ആരടാ എന്നെ ഇവിടെ ഇരുത്താനായിട്ടെന്ന് ചോദിച്ചുകൊണ്ട് അലക്സ് വല്ലാതെ ദേഷ്യപ്പെടുകയാണ്. ഇത് പുറത്തു നിന്ന സോന കേൾക്കാനിടയെ, ഇന്നത്തോടെ അവന്റെ കാര്യത്തിലുള്ള തീരുമാനവും. അതെ, ഒരു 10 മിനിറ്റ് അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയോ ആരെങ്കിലും ബഹളം വയ്ക്കുകയോ അലറുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളാരും ഉടനെ ഒന്നും അങ്ങോട്ട് ഓടിച്ചെല്ലണ്ട. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ചെന്നാൽ മതി. ഇന്ന് ഒന്നെങ്കിൽ വരുണിന്റെ ജീവൻ അയാൾ എടുക്കും, അല്ലെങ്കിൽ ഇന്ന് എന്തെങ്കിലും കാര്യത്തിന് തീരുമാനം ഇവിടെ ഉണ്ടാക്കുകയും ചെയ്യും. എന്താണെന്ന് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് സോന വേഗം തൻ്റെ ക്യാബിനിലേക്ക് പോയി. കുറേ നേരം കഴിഞ്ഞിട്ടും ഒരു വിവരവും കേൾക്കാറായതോടെ സ്റ്റാഫുകൾക്കെല്ലാം വല്ലാത്ത ടെൻഷനായി. വരുണിന്റെ ക്യാബിനിൽ നിന്ന് ഒരനക്കവും കേൾക്കുന്നുമില്ല. സോന 10 മിനിറ്റ് കഴിഞ്ഞതും പുറത്തേക്ക് ഇറങ്ങി വന്ന് ജഗന്നാഥനോട് ചോദിച്ചു, എന്തായി, എന്തെങ്കിലും വിവരം അറിയാൻ സാധിച്ചോ എന്ന് ചോദിച്ചതും, ഇല്ല മാഡം, ഒരു റിപ്ലൈയും അകത്തൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. എന്തായാലും നമുക്ക് നോക്കാം, കുറച്ചു നേരം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് അവരങ്ങനെ കാത്തിരിക്കുമ്പോഴേക്കും വരുൺ പുറത്തേക്ക് ഇറങ്ങി വരികയും വരുണിൻ്റെ കൂടെ പുഞ്ചിരിച്ചുകൊണ്ട് വളരെ സന്തോഷവാനായിട്ട് അലക്സും പുറത്തേക്ക് ഇറങ്ങി വരുന്നു. രണ്ടുപേരെ ആ വരവ് കണ്ട് അതിശയത്തോടെ സോന നോക്കുകയാണ്. വരുണിനെ ആ ക്യാബിനുള്ളിൽ തന്നെ ഒരു പക്ഷേ അയാൾ കൊന്നിടുമെന്നുള്ള ചിന്താഗതിയോടെയും പ്രതീക്ഷയോടെയുമായിരുന്നു സോന ക്യാബിനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നത്. എന്നാൽ വരുണിനോടൊപ്പം സന്തോഷത്തോടെ ഇറങ്ങി വരുന്ന അലക്സിനെ കണ്ടതോടെ എന്തോ ഒരു മാജിക് ഇവിടെ സംഭവിച്ചു എന്ന അതിശയവും എങ്ങനെയാണ് വരുൺ രക്ഷപ്പെട്ടതെന്ന് അറിയാനുള്ള ആകാംക്ഷയും അവിടെയുള്ള സ്റ്റാഫുകൾക്കൊപ്പം തന്നെ സോനയ്ക്കും മനസ്സിൽ അങ്ങനെ ഒരു പ്രതീക്ഷയും ആശങ്കയും സംശയമെല്ലാം ഉണ്ടാകുന്നു.